എനിക്ക് സൗകര്യമില്ല നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ. എനിക്ക് പ്രതിബദ്ധതയുള്ളത് ജനങ്ങളോട് മാത്രമാണ്. പറയുന്നത് സുരേഷ് ഗോപിയാണ്. വീണ്ടും വിമർശനം ഉയരുകയാണ് സുരേഷ് ഗോപിക്കെതിരെ. മാധ്യമങ്ങളോട് സംസാരിക്കാൻ അറിയില്ല എന്ന്. രാഷ്ട്രീയക്കാരൻ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പഠിക്കണമോ? അങ്ങനെയൊന്നും വേണ്ട. കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം രാഷ്ട്രീയക്കാരനായി മാറി, MP ആയി മാറി. അപ്പോഴൊക്കെ തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾ അദ്ദേഹത്തിനെതിരായ നിലപാടാണ് സ്വീകരിച്ചത്. അദ്ദേഹം എന്ത് പറഞ്ഞാലും അതിൽ നിന്ന് വിവാദം സൃഷ്ടിക്കാൻ വളരെ കൃത്യമായിട്ട് മാധ്യമ പ്രവർത്തകർ ശ്രമിച്ചു, മാധ്യമ സ്ഥാപനങ്ങൾ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ ആരോട് എവിടെ എപ്പം പറയണമെന്ന കാര്യം പതിയെ പതിയെ സുരേഷ് ഗോപി പഠിച്ചു. ഇപ്പോൾ ലോക്സഭ രാജ്യസഭ രണ്ടിടത്തും വഖഫുമായി ബന്ധപ്പെട്ട ചർച്ച, ബില്ല് പാസ്സായി, ചർച്ച നടന്നു അല്ലേ? ഈ ചർച്ചയ്ക്കൊക്കെ ശേഷം സുരേഷ് ഗോപി കൊച്ചിയിലേക്ക് വരുന്നു. കൊച്ചിയിൽ വന്നപ്പോൾ മാധ്യമപ്രവർത്തകർ പല കാര്യങ്ങളും ചോദിച്ചു. അതിൽ ജോൺ ബ്രിട്ടാസ് പറഞ്ഞിരുന്നു, കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി, അങ്ങനെയാണ് തൃശ്ശൂർ ജയിച്ചത്, അത് ആ അബദ്ധമൊക്കെ തിരുത്തും. ഈ രീതിയിലുള്ള ചില ചോദ്യങ്ങൾ പ്രകോപനപരമായി സുരേഷ് ഗോപിയുടെ മുന്നിലേക്ക് ഉന്നയിക്കുന്നു. സുരേഷ് ഗോപി ചോദിക്കുന്നു, നിങ്ങളാരാ ഇതൊക്കെ ചോദിക്കാൻ? നിങ്ങളാരാ? അപ്പം പറയുന്നു, മാധ്യമമാണ്. മാധ്യമം ആരാ? എനിക്ക് ജനങ്ങളോടാണ് കടപ്പാട്, ജനങ്ങളോട് മാത്രമേ ഉത്തരം പറയേണ്ട കാര്യമുള്ളൂ, നിങ്ങളോട് പറയാൻ സൗകര്യമില്ല. അപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പറയാൻ സൗകര്യമില്ല എന്ന് ഒരു രാഷ്ട്രീയ നേതാവ് ആർജവത്തോടെ പറയുന്നത് വളരെ അടുത്ത കാലത്താണ് നമ്മൾ കണ്ടത്. പണ്ട് കാലം മുതൽ നമ്മൾ കാണുന്നത് മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയക്കാരും തമ്മിൽ വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്നതാണ്. മാത്രമല്ല, ഇവർ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മറ്റ് മാധ്യമപ്രവർത്തകരുടെ തോളിലൊക്കെ കൈയിട്ട് വളരെ ചിരിച്ച് സന്തോഷവാനാണ്. സുരേഷ് ഗോപി അങ്ങനെയല്ല. തനിക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യമാണെങ്കിൽ ഇഷ്ടമില്ലാത്ത രീതിയിൽ തന്നെ മറുപടി പറയും. ഇപ്പോൾ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച മറ്റൊരു ചോദ്യം, ജഗൽപൂരിൽ എന്ത് നടന്നു? അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു, അവിടെ രണ്ട് കൂട്ടർ ആളുകൾ തമ്മിലുണ്ടായ തർക്കമാണ്, അതിലൊരു വിഭാഗം ആൾ തർക്കമുണ്ടായി എന്ന രീതിയിൽ പർവ്വതീകരിക്കപ്പെടുന്നു. ജോൺ ബ്രിട്ടാസ് അത് രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇതിനെതിരെ ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിക്കും, അല്ലെങ്കിൽ നിയമ നടപടികൾ ഉണ്ടാകും. എൻ്റെ നാക്കിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റും, പക്ഷേ മനസ്സിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റില്ല. വളരെ കൃത്യമായി അളന്നു കുറിച്ച ചില മറുപടികൾ പറയുന്നു. മറ്റ് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതങ്ങ് ബ്രിട്ടാസിൻ്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി, എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ട് വരണ്ട, ഇതേതാ ചാനലിൻ്റെ മൈക്ക് എന്ന് വരെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുരേഷ് ഗോപിയെ പണ്ട് കണ്ടതുപോലെ മാധ്യമങ്ങൾ കാണാൻ പറ്റുന്നില്ല, മാധ്യമങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അതിനപ്പുറത്തേക്ക് വളർന്നു. സുരേഷ് ഗോപി മറ്റ് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ ആങ്ങളെയും പെങ്ങളും എവിടെ പോയി? മുനമ്പത്ത് ഇത്രയും വലിയ സമരം നടന്നിട്ടും ആങ്ങളെയായ രാഹുൽ ഗാന്ധി, പെങ്ങൾ ആരാ? പ്രിയങ്ക ഗാന്ധി, രണ്ടുപേരെയും കാണുന്നില്ല. മാത്രമല്ല, വിപ്പ് നൽകിയിരുന്നു ഈ വഖഫുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കാൻ. പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ വന്നില്ല. രാഹുൽ ഗാന്ധി ആട്ടെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ്, ഒന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ സുരേഷ് ഗോപി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ആരുടെയൊക്കെ ഉള്ളിലേക്കോ കുത്തി ഇറങ്ങുകയാണ്. ഇവർക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. അപ്പോൾ CPM-നെ മാത്രമല്ല കോൺഗ്രസിനെയും കുത്തി നോവിപ്പിക്കുന്നു. ഇവർ പറയുന്നു, JPC-യിൽ വഖഫിൻ്റെ ഈ ബില്ല്, ഇത് സംബന്ധിച്ച അഭിപ്രായ സമന്വയമൊന്നും ഉണ്ടാകാത്ത ബില്ല് വരികയും അത് അവിടെ ഇട്ട് കത്തിച്ച് കളയുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതാണോ ഇവിടെ സംഭവിച്ചത്? ഇപ്പോൾ ലോക്സഭയിൽ എന്തുണ്ടായി, രാജ്യസഭയിലുണ്ടായി. ഇത് വഖഫിനെതിരായിട്ടുള്ള നിയമമല്ല. വഖഫ് എന്ന് പറയുന്നത് നല്ലൊരു നിയമം തന്നെ ആയിരിക്കാം, പക്ഷെ വഖഫിലെ കിരാതമായ ചില നടപടികളുണ്ട്, അതിനെ നമ്മൾ മുറിച്ചു കളഞ്ഞതാണ്. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക്, പ്രത്യേകിച്ച് മുനമ്പം ഭാഗത്തുള്ള ക്രിസ്ത്യാനികളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല പരിഹരിക്കപ്പെട്ടത്, രാജ്യത്തെമ്പാടുമുള്ള മറ്റ് മതവിഭാഗങ്ങൾക്കെതിരായി വഖഫിൽ കിരാതമായ നിയമങ്ങളുണ്ട്, അതിനെ മുറിച്ചു മാറ്റപ്പെട്ടു. അതിൻ്റെ ഗുണം മുനമ്പത്തുകാർക്കും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ പറയുന്നത് വളരെ കൃത്യതയോടെ വ്യക്തതയോടെ ആവുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ മാധ്യമപ്രവർത്തകർക്കും കഴിയുന്നില്ല. എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയുകയും മറ്റു കാര്യങ്ങൾ ഞാൻ നിശബ്ദനാകുകയും ചെയ്യുമെന്ന് സുരേഷ് ഗോപി പറയാണ്. അപ്പോൾ വഖഫ് നിയമം ഇവിടെ പാസ്സാകില്ല എന്ന് പറയുന്നവർക്ക് ഇനി എന്തുണ്ട് പറയാൻ? കോൺഗ്രസിനും CPM-നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. മാത്രമല്ല, ഇതിൻ്റെ തുടർ നടപടികളിലൂടെ വലിയ മാറ്റം രാജ്യത്തുണ്ടാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നു. തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ വാക്കുകൾ വളച്ചൊടിക്കപ്പെടാതെ കൃത്യമായി അത് നമ്മൾ കേട്ടാൽ, മനസ്സിരുത്തി കേട്ടാൽ മനസ്സിലാവും സുരേഷ് ഗോപി മുനമ്പത്തുകാർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ഈ വഖഫ് എന്ന ദുർഭൂതം, ജനങ്ങളുടെ സ്വത്തുക്കൾ മുഴുവൻ കൈക്കലാക്കിയ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപി സംസാരിക്കുന്നത്. അതിനിടയിൽ ചിലർ വന്നിട്ട് ചില ദുഷ്ടലാക്കോട് കൂടി അവരുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സുരേഷ് ഗോപിക്ക് സൗകര്യമുണ്ടെങ്കിൽ മറുപടി പറഞ്ഞാൽ മതി. മാധ്യമങ്ങളുടെ ഇപ്പൊ നമ്മൾ നാളെ ചെന്ന് സുരേഷ് ഗോപിയുടെ ഒരു ചോദ്യം ചോദിച്ചാലും സുരേഷ് ഗോപിക്ക് പറയാൻ അതിൽ താല്പര്യമില്ലെങ്കിൽ സുരേഷ് ഗോപി എന്നല്ല, VD സതീശൻ എന്നല്ല, മറ്റാരോടും നമുക്ക് ചോദിക്കാനുള്ള അവകാശമില്ല. അവർക്ക് നമുക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്, പറയണോ വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവർക്കാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നത് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു സ്റ്റോറി വന്ന സമയത്താണ് അദ്ദേഹം മാധ്യമങ്ങളോട് ചിരിച്ച് കാണുന്നത്. അത് ഒരു PR വർക്കായിരുന്നു. ചിരിച്ചു മാത്രം അതിനെ നേരിടണം എന്ന് പറഞ്ഞത് കൊണ്ടാണ്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞപ്പോൾ ഈ മാധ്യമങ്ങൾ അദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിക്കാത്തത്? മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒരു ചോദ്യം ചോദിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ധൈര്യമുണ്ടോ? അപ്പോ ആളും തരവും അറിയാം. സുരേഷ് ഗോപി BJP-യുടെ നേതാവായതുകൊണ്ട് എന്ത് ചോദിക്കാം, എന്ത് ചോദിച്ചാൽ
സംഭവിച്ചാലും അത് വിമർശനമാക്കാം, അത് അന്തിച്ചർച്ചയാക്കാം, അത് കാണാൻ കുറച്ച് ആളുകളുണ്ട്. എന്നാൽ പിണറായി വിജയന്റെ അടുത്ത് പോയാൽ ആട്ടി ഇറക്കും എന്നുള്ള ഒരു ബോധ്യം ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ അത്തരത്തിൽ പോകാത്ത. ഇല്ലെങ്കിൽ ഇനി സതീശനെ പോലെ ഒരു എന്താ പറയുക, ഒരു മൃദ സമീപനം, എനിക്ക് നിങ്ങളെ വേണോ താനും, എന്നാലൊട്ട് വന്നല്ലോ ശല്യങ്ങൾ എന്ന് മനസ്സിൽ പറയുകയും മുഖത്ത് യഥാർത്ഥ രാഷ്ട്രീയക്കാരന് കളിക്കുകയും ചെയ്യുന്ന വി ഡി സതീശൻ സ്വഭാവമായിരിക്കണം. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സിനിമയിൽ അഭിനയിക്കുന്ന സുരേഷ് ഗോപി ജീവിതത്തിൽ അഭിനയിക്കുന്നില്ല. യഥാർത്ഥ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ മക്കൾ വരെ പറയുന്നു ജീവിതത്തിൽ അദ്ദേഹം ഇങ്ങനെയാണ്. മക്കളോടുള്ള പെരുമാറ്റമാണെങ്കിലും അദ്ദേഹം ഒരു എന്തും പറയാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു അച്ഛനായിട്ടല്ല അദ്ദേഹം മക്കളോടായാലും അപ്പൊ അദ്ദേഹത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. ആ രീതിയിലേ അദ്ദേഹം സംസാരിക്കും, പെരുമാറും. അദ്ദേഹത്തിലൂടെ ജനങ്ങൾക്ക്, ജയിപ്പിച്ചു വിട്ട ജനങ്ങൾക്ക് നേട്ടമുണ്ടോ? ഇത് മാത്രമല്ലേ നോക്കേണ്ടത്? ഇതിനെക്കുറിച്ച് മാത്രമല്ലേ ആശയവിനിമയം നടത്തേണ്ടത്? അല്ലാതെ കുത്തിത്തിരിപ്പുണ്ടാക്കി, പ്രശ്നങ്ങൾ വഷളാക്കി, അന്തിചർച്ചയ്ക്ക് ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കി, അതിൽ നിന്ന് റേറ്റിംഗ് ഉണ്ടാക്കി, അതിനെ പിന്നെ നാളെ ഇനി സുരേഷ് ഗോപി അങ്ങനെ ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചോ എന്ന് പറഞ്ഞതിന്റെ പേരിൽ KUWJ നാളെ റോഡിലിറങ്ങുന്നു, ബാനർ കെട്ടുന്നു, പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. 24 ന്യൂസിന്റെ റിപ്പോർട്ടറോട് പാർലമെന്റിൽ കാണാമെന്ന് പറഞ്ഞതിനെ ഭീഷണിപ്പെടുത്തി എന്ന് വരെ പറഞ്ഞുണ്ടാക്കി, അതിന്റെ പേരിൽ പ്രതിഷേധം ഉണ്ടാക്കി. ഇവിടെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ മാനസികമായോ ശാരീരികമായോ അത് പീഡിപ്പിക്കപ്പെട്ടാൽ പോലും ഇടപെടാത്ത KUWJ സുരേഷ് ഗോപി ഒരു വാക്ക് പറഞ്ഞാൽ ബാനറുമായി അങ്ങ് ഇറങ്ങുകയാണ്, പ്രതിഷേധവും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ ഇരട്ടത്താപ്പാണ്, ഇരട്ട നിലപാടുകളാണ്. ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഹാഷ്മിക്ക് ഒരു മാധ്യമ പ്രവർത്തകനും കയറേണ്ടി വരാത്ത കോടതി മുറിയിലേക്ക്, കാക്കനാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഹാഷ്മി അരുൺകുമാർ കൊണ്ടുകയറ്റിയത്, CPM-ന്റെ നേതാവ് അരുൺകുമാർ കൊണ്ടുകയറ്റിയത് അതിന്റെ അടിസ്ഥാനത്തിലല്ലേ? അങ്ങനെ എന്തും നിങ്ങൾക്ക് പറയാമെന്ന് കരുതണ്ട. എത്ര അന്തിചർച്ചകൾ നടത്തിയുടെ, എത്ര പേര് അതിനെതിരെ പ്രതിഷേധമായി രംഗത്തെത്തി? ഈ KUWJ അരുൺകുമാറിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയോ? ഇല്ല. അപ്പോ പറയേണ്ടടുത്ത് എന്താണ് പറയേണ്ടതെന്നും നിൽക്കേണ്ടവരുടെ അടുത്ത് എങ്ങനെയാണ് നിൽക്കേണ്ടതെന്നും നന്നായിട്ട് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് അറിയാം എന്നുള്ളത് വ്യക്തവും കൃത്യവുമാണ്. അതായത് കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്ന് ഒരു BJP വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ കാലാകാലങ്ങളായി നമുക്കറിയാം BJPയുടെ ഓരോ നേതാക്കളും മാധ്യമങ്ങളെടുത്ത് ഒരു മയത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. പക്ഷേ സുരേഷ് ഗോപി അങ്ങനെയല്ല. സുരേഷ് ഗോപി ഒരു സിനിമാ നടനാണ്. ആ രീതിയിൽ അദ്ദേഹം ഇടപെടുന്നു. അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തെ മാധ്യമങ്ങളോട് കാണിക്കേണ്ട നിലപാടുകളോ അല്ലെങ്കിൽ മര്യാദകളോ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇഷ്ടമുള്ളത് പറയും, ഇഷ്ടമില്ലെങ്കിൽ പറയില്ല. താൻ ആരാടോ എന്നൊക്കെ ചോദിക്കും. അതൊരു പക്ഷേ സിനിമ ശൈലിയായിരിക്കും. പിന്നീട് അദ്ദേഹം ജനപ്രതിനിധി എന്ന നിലയിൽ വളരെയധികം അംഗീകരിക്കപ്പെട്ടു. തൃശ്ശൂരിൻ്റെ MP ആയി മാറി. MP ആയി മാറിയതിനു ശേഷം അദ്ദേഹം പറയുന്ന വാചകങ്ങളിൽ നിന്ന് ഒന്നോ രണ്ടോ വാക്കുകൾ അടർത്തി മാറ്റി അതിനെ വലിയ വിവാദമാക്കി മാറ്റുന്നു. ഇതാണ് എക്കാലവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് മറ്റൊരു വിവാദം ഉണ്ടാക്കാനായി ജഗൽപൂർ എന്ന് പറയുന്ന ഒരു സംഭവം എടുത്തിരുന്നു. അപ്പോൾ സുരേഷ് ഗോപി പറയുന്നു അതിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കും, പോലീസ് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തും. ഇതെല്ലാം പറയുമ്പോൾ ചോദിക്കുന്നു, ശരി, നിങ്ങൾ ഈ പറയുന്നതൊക്കെയാണ്. ഒരു കാലത്ത് പാലാ ബിഷപ്പിനെതിരെ ഇവിടെ വലിയ സമരം നടന്നു. എന്തിനാണ്? അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു, അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാനായിട്ടുള്ള സമര പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു. ഇതൊക്കെ നടന്നപ്പോൾ ഈ മാധ്യമങ്ങൾ എവിടെയായിരുന്നു? അപ്പോൾ ഒരേ സമയം കോൺഗ്രസിനെയും CPM-നെയും സുരേഷ് ഗോപി വിമർശിക്കുകയാണ്. മാത്രമല്ല മാധ്യമങ്ങളോട് നിങ്ങളാരാ മാധ്യമം എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളോട് പറയാൻ എനിക്ക് ബാധ്യതയില്ല, ഞാൻ അതിന് ബാധ്യസ്ഥനല്ല എന്ന് തുറന്നടിക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചുവെങ്കിൽ ഒരു പുതിയ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ തുടക്കമാണിതെന്ന് നമുക്ക് പറയാം. മറ്റു രാഷ്ട്രീയ നേതാക്കളും ഇതുപോലെ നിലപാട് സ്വീകരിച്ചാൽ ഒരുപക്ഷെ തങ്ങൾക്ക് എന്തൊക്കെയോ അനിർവചനീയമായ അധികാര പരിധികൾ ഉണ്ടെന്ന് കരുതുന്ന ചില മാധ്യമപ്രവർത്തകരെങ്കിലും പിന്നോക്കം പോയേക്കാം. കാരണം എന്തും ഏതവസ്ഥയിലും എവിടെ വെച്ചും ആരോടും ചോദിക്കാം. അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മൾ കാണേണ്ടത്. അപ്പോൾ ചില സാഹചര്യങ്ങൾ ചില കാര്യങ്ങൾ ചോദിക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ മറുപടി പറയാം. അല്ലെ മാധ്യമപ്രവർത്തകനാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടുകൊണ്ട് എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയണമെന്നില്ല. അപ്പോൾ സുരേഷ് ഗോപി ഇവിടെ പറയുന്നത് വളരെ കൃത്യമാണ്. വഖഫുമായി ബന്ധപ്പെട്ട് നിയമ ഭേദഗതി വരില്ല, അല്ലെങ്കിൽ JPC-യിൽ ഇത് കത്തിച്ച് കളയുമെന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ എവിടെ പോയി? ലോക്സഭയിലും രാജ്യസഭയിലും ബില്ല് പാസ്സായി. ഈ ബില്ല് വഖഫിനെതിരല്ല, വഖഫിലെ കിരാത നിയമങ്ങൾക്കെതിരാണ്. ഈ കിരാത നിയമങ്ങളെയാണ് മുസ്ലിം സമുദായത്തിലെ ഒരു കൂട്ടം ആളുകൾ പിന്തുണയ്ക്കുന്നത്. എന്തിന്? കോൺഗ്രസിലെ MP-മാർ പോലും പരസ്യമായി പിന്തുണയ്ക്കുന്നത്. ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് BJP-യാണ്. അതിൻ്റെ ഫലം ക്രൈസ്തവ സമുദായത്തിനും ഉണ്ടാവും, ഒപ്പം മുസ്ലിം സമുദായത്തിനും ഉണ്ടാവും. അപ്പോൾ മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം ആൾക്കാർക്കും ഈ വഖഫിലെ തെറ്റായ നിലപാടുകളോട് യോജിപ്പില്ലായിരുന്നു. പക്ഷേ അവർക്ക് ഇക്കാര്യം പരസ്യമായി തുറന്നു പറയാൻ കഴിയുന്നില്ല. സുരേഷ് ഗോപി പോലെ ഒരു ജനപ്രതിനിധി, ഒരു കേന്ദ്രമന്ത്രി ഇക്കാര്യം തുറന്നു പറയുമ്പോൾ അതിനെ കൈയടിച്ച് സ്വീകരിക്കാൻ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിലെ ആളുകളും
ക്രൈസ്തവരും ഉൾപ്പെടെ രംഗത്തേക്ക് വരുന്നു. മാത്രമല്ല ഈ മുനമ്പം വിഷയത്തിൽ BJP ആണ് എല്ലായ്പ്പോഴും ശക്തമായ നിലപാട് സ്വീകരിച്ചത്. ആദ്യഘട്ടത്തിൽ സഭയുടെ മേലധ്യക്ഷന്മാർ പോലും പൂർണ്ണമായി ഇതിനെ പിന്തുണച്ചില്ല. ഇപ്പോൾ സുരേഷ് ഗോപി ഇതിൽ വിജയിക്കുകയും അല്ലെങ്കിൽ BJP എന്ന പാർട്ടി വിജയിക്കുകയും ചെയ്തപ്പോൾ നാളെ മുനമ്പത്തേക്ക് അദ്ദേഹം പോവുകയാണ്. അവിടെ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ലഭിക്കും. അവിടെയും പ്രശ്നമുണ്ടാക്കാൻ ഇതേ മാധ്യമങ്ങൾ ചെല്ലും. കാരണം സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് എന്താണ് നെഗറ്റീവായിട്ട് വീഴുന്നത്, എങ്ങനെയാണ് അതിനെ വിവാദമാക്കി മാറ്റാൻ സാധിക്കുന്നത്, ഇതൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു പഠനവുമായിട്ടായിരിക്കില്ലേ മാധ്യമപ്രവർത്തകർ നാളെ മുനമ്പത്തും സുരേഷ് ഗോപി കാണാൻ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കാണേണ്ടി വരും. കാരണം ഈ മുനമ്പം വിഷയത്തിൽ BJP ആണ് അവരുടെ രക്ഷകൻ, അല്ലെങ്കിൽ BJP ആണ് അവരെ രക്ഷിച്ചത് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനികൾ BJPക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് കൂടി ചില മാധ്യമങ്ങൾ, ഇടതുപക്ഷ വലതുപക്ഷ ചിന്താഗതിക്കാരായ ചില മാധ്യമങ്ങൾ ഭയക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ മാധ്യമങ്ങളിൽ തന്നെ ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും ഉണ്ട്. അപ്പൊ ഇവരെ ഈ BJP വിരുദ്ധരാണ് കൂടുതൽ. BJP എങ്ങനെ തകർക്കാം, ഇപ്പൊ നമ്മൾ തിരഞ്ഞെടുപ്പൊക്കെ കാണുമ്പോൾ കരുതുമല്ലോ, ഗോതയിലേക്ക് ഇതാ അടിച്ചു കയറുകയാണ് കോൺഗ്രസ് ഇത്ര വോട്ട് വാങ്ങി അവസാനം ഒറ്റയടിക്ക് BJP കുതിച്ചു കയറുമ്പോൾ ഇവരുടെയൊക്കെ മുഖം കാണുന്നത് പലപ്പോഴും ട്രോളുകളൊക്കെ ആയി വന്നിട്ടുണ്ട്, ഇടിഞ്ഞു താഴുന്നത്. അപ്പോ നിഷ്പക്ഷനാണ് എല്ലാ മാധ്യമപ്രവർത്തകരും എന്നൊന്നും ഞാൻ പറയില്ല സിനിജി. കാരണം എല്ലാവർക്കും അവരുടെ ഈ രാഷ്ട്രീയത്തിലപ്പുറം ആമാശയം അങ്ങനെ എന്തോ ഒരു വാക്കുണ്ടല്ലോ, അപ്പൊ പ്രശ്നം. പിന്നെ അതുകൊണ്ട് അത് പിന്നെ മുന്നോട്ട് പോകണമെങ്കിൽ റേറ്റിംഗ് ഉണ്ടാവണമെങ്കിൽ BJP കുറച്ച് തന്തയ്ക്ക് നിളയ്ക്കുമൊക്കെ വിളിക്കണം. അങ്ങനെ വിളിച്ചാൽ മാത്രമേ അവർക്ക് റേറ്റിംഗ് കിട്ടൂ. അതിനുവേണ്ടി അവരെന്തും കാണിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം, അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇപ്പൊ തന്നെ ഞാൻ ഏഷ്യനെറ്റിലാണെന്ന് തോന്നുന്നു കണ്ടത്, സുരേഷ് ഗോപി വീണ്ടും മാധ്യമങ്ങൾക്കെതിരെ വലിയ വിമർശനം സുരേഷ് ഗോപി ഉന്നയിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രേക്കിംഗ് ഒക്കെ പോകുന്നുണ്ട്. ഏഷ്യനിലാണെന്ന് എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇത്തരം സുരേഷ് ഗോപി എന്ത് പറഞ്ഞാലും അതിനെ വിമർശനമാക്കാൻ നടക്കുന്നവരോട് ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. അദ്ദേഹം അത് പറയുക തന്നെ ചെയ്യും. കേൾക്കാനുള്ളവർ കേൾക്കുക, ഇല്ലെങ്കിൽ മിണ്ടാതെ ആ വഴിക്ക് പോവാതിരിക്കുക. ഈ കോൺഗ്രസ് ഇപ്പൊ ജാതീയമായിട്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഇത് വലിയൊരു വിവാദമാകാതെ, കാരണം ജാതീയമായി ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു. കോൺഗ്രസിനെതിരെ അങ്ങനെ പറഞ്ഞല്ലേ സുരേഷ് ഗോപി പ്രശ്നം ഉണ്ടാക്കി. ബ്രിട്ടാസിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു, അത് വലിയ പ്രശ്നമാക്കണം. അപ്പൊ ഇങ്ങനെ ചില അജണ്ടകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ ഈ മാധ്യമങ്ങൾ മുന്നോട്ട് കൊണ്ടുവരും ഇനിയും, അല്ലെ? നാളെ കേരളം സ്തംഭിപ്പിക്കും. KUWJ നാളെ കേരളം സ്തംഭിപ്പിക്കും. കാരണം സുരേഷ് ഗോപി ഇത്തരം വാക്കുകൾ ഉന്നയിച്ചു. വീട്ടിൽ കൊണ്ട് വെച്ചാൽ എനിക്ക് സൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നാളെ KUWJ കേരളം സ്തംഭിപ്പിക്കും. അപ്പൊ എന്തായാലും സുരേഷ് ഗോപിയുടെ നിലപാടുകൾ കേരളീയ ജനത ഏറ്റെടുക്കുന്നുണ്ട്. നാളെ അദ്ദേഹം മുനമ്പത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ മാധ്യമങ്ങൾ ഇന്നലെ വരെ കരുതിയത് ഞങ്ങളൊന്ന് പേടിച്ചപ്പോൾ സുരേഷ് ഗോപി പേടിച്ചു എന്നാണ്. പക്ഷെ സുരേഷ് ഗോപി ചെന്നിച്ച് ഇപ്പോഴും ചോദിക്കുന്നത് ഓർമ്മയുണ്ടോ ഈ മുഖം എന്നാണ്, അല്ലെ? എന്ന് പറഞ്ഞാൽ ഞാൻ മാറില്ല, എന്റെ നിലപാടുകൾ മാറില്ല, എനിക്ക് പറയാനുള്ളത് പറയേണ്ട സമയത്ത് തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.